Hi all, welcome back to Mommy's Gusto. ഇന്ന് ഞാനിവിടെ ഒരു ഫ്രാങ്കിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. മുംബൈ സ്ട്രീറ്റ്സിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഫ്രാങ്കി സാൻഡ്വിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. വളരെ ഈസിയായി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഫ്രാങ്കിയുടെ ഷീറ്റ് തയ്യാറാക്കാം. ഫ്രാങ്കിയുടെ ഷീറ്റിനായി ഒരു കപ്പ് മൈദ, അര കപ്പ് വീറ്റ് ഫ്ലോർ ആട്ട, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിന് ഒരു 20 മിനിറ്റോളം മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ ടവലോ മസ്ലിൻ തുണിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വൈറ്റ് വിനേഗറാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് മാറ്റി വെക്കാം. ഫ്രാങ്കിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് മസാല തയ്യാറാക്കുന്നതിനായി 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ആം ചോർ പൗഡർ എന്നിവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രാങ്കി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കിവിടെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. കിടക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഗാർലിക്, 1 ടേബിൾ സ്പൂൺ അല്പം മല്ലിയില ചേർത്ത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം എന്നിവയെല്ലാം നന്നായി ഒന്ന് വഴറ്റി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ മാവെല്ലാം നന്നായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇതിൽ മൈദയല്ലേ, അപ്പോൾ അത് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുത്തെങ്കിലേ നമുക്കിത് പരത്തിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. ചപ്പാത്തിക്ക് എടുക്കുന്നതിലേറെ അല്പം വലിയ ഉരുളകളായിട്ട് വേണം ഇതെടുക്കാൻ. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വേണം എടുക്കാൻ. അപ്പോൾ എനിക്കിതിന്നൊരു 7 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തണം. അതേപോലെ ചപ്പാത്തിയുടെക്കാളും കുറച്ചുകൂടെ ഒരു വലിയ ഷീറ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ. കനം നല്ല കനം, ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി ഈ ഷീറ്റ് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായി ഒരു പാന് ചൂടാക്കിയിട്ട് ഇതേപോലെ ചുട്ടെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് 2 ഭാഗവും
ചെറിയ ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. ഏകദേശം വെള്ളമെല്ലാം വറ്റി തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഫ്രാങ്കിയുടെ മസാല ചേർക്കാം. മസാല ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് തരുന്നത്. അല്പം മല്ലിയില അരിഞ്ഞതൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഷീറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അതിനായി ഒരു പാന് ചൂടാക്കി അതിൽ അല്പം ബട്ടർ പുരട്ടി ഇതിലേക്ക് ഒരു മുട്ട അല്പം ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചെടുക്കണം. ഇത് വളരെ തിൻ ലെയറായിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഷീറ്റ് ഒന്ന് ഇട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രാങ്കി മസാല അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഫില്ലിങ് ഇതുപോലെ ഇട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വിനേഗർ ചേർത്ത പച്ചമുളക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം സവാള പൊടിയായി അരിഞ്ഞതും മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്തെടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, പക്ഷെ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുക. ഇതേപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ വളരെ ഈസിയായി തന്നെ നമുക്ക് ഈ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഫ്രാങ്കി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.